ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ MME പരിശീലനത്തിന്റെ റിവിഷൻ സീരീസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 സെക്ഷനിൽ മൊഡ്യൂൾ 1 ഫിറ്റിംഗ്സ്, മെഷർമെന്റ് ടൂൾസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് മൊഡ്യൂൾ 2 ഒരു പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സിസ്റ്റംസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ, ബേസിക് ഇലക്ട്രിസിറ്റി, ഫ്യൂസസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, സോളിനോയിഡ്സ് ആൻഡ് റിലേസ്, ബാറ്ററി, അതുപോലെ തന്നെ ആൾട്ടർനേറ്റർ ആൻഡ് സ്റ്റാർട്ടിംഗ് മോട്ടോർ, അതുപോലെ AC ആൻഡ് DC ജനറേറ്റേഴ്സ്, ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇതും നമ്മുടെ ഡീറ്റെയിൽ സെക്ഷൻസ് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ഫ്യൂസ് ഇൻ എ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നു ടു ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്, ഓപ്ഷൻ ബി പറയുന്നു ടു ആക്ട് ആസ് എ സ്വിച്ച്, ഓപ്ഷൻ സി പറയുന്നു ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ബൈ ബീയിങ് ദ വീക്കസ്റ്റ് പോർഷൻ, ഓപ്ഷൻ ഡി ടു ആംപ്ലിഫൈ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയാണ്. കാരണം പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഫ്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതെന്താണ്, ഒരു സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്യൂസിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്യൂസ് എന്ന് പറയുന്നത് ആയിരിക്കും ഇവിടുത്തെ ഒരു സർക്യൂട്ടിലെ ഏറ്റവും വീക്കസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ബൈ ബീയിങ് ദ വീക്കസ്റ്റ് പോർഷൻ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does an electrical current affect the wire in a fuse? How does a electric current affect the wire in a fuse? കാരണം ഇലക്ട്രിക് കറന്റ് ഫ്യൂസിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൂൾ ഡൗൺസ് വയർ ഒരിക്കലും ആയിരിക്കില്ല അല്ലെ, ഒരിക്കലും ആയിരിക്കില്ല. ഇറ്റ് കോസസ് ദ വയർ ടു മെൽറ്റ് ആൻഡ് ബ്രേക്ക്, ഇത് സംഭവിക്കാം. ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ വയർ, ഇതും തെറ്റാണ്. ഇൻക്രീസ് ദ വയർ റെസിസ്റ്റൻസ്, ഇതും തെറ്റാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇറ്റ് കോസ് ദ വയർ ടു മെൽറ്റ് ആൻഡ് ബ്രേക്ക് എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. കാരണം നമുക്ക് ഒരു ഫ്യൂസ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന സർക്യൂട്ട്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ പ്രധാനമായിട്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെഡ്ലൈറ്റ് സർക്യൂട്ട്, ടോൾ ലൈൻ സർക്യൂട്ട്, നമ്പർ പ്ലേറ്റ് സർക്യൂട്ട്, പാനൽ ലാമ്പ് സർക്യൂട്ട്, ഇന്ത്യൻ ലാമ്പ് സർക്യൂട്ട്, സൈഡ് ഇൻഡിക്കേറ്റർ സർക്യൂട്ട്, ഹോൺ സർക്യൂട്ട്, വൈപ്പ് സർക്യൂട്ട്, ഡാഷ്ബോർഡിലെ സർക്യൂട്ട്, ഹെഡ് ആൻഡ് എയർ കണ്ടീഷൻ, ചാർജിങ് സർക്യൂട്ട്, റേഡിയോ, സിഗരറ്റ് ലൈറ്റ്, റിവേഴ്സ് എല്ലാം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂസ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടും, വിത്തൗട്ട് ഫ്യൂസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സർക്യൂട്ട്, ഇഗ്നിഷൻ സർക്യൂട്ട്, ഫ്യൂൽ പമ്പ്, സ്റ്റോപ്പ് ലൈറ്റ് സർക്യൂട്ട്, ഓയിൽ പ്രഷർ ലാമ്പ് സർക്യൂട്ട്, ഇഗ്നിഷൻ വാർമിംഗ് ലാമ്പ് സർക്യൂട്ട്, ഇത്രയും കാണാം. അപ്പൊ ഇതിൽ നിന്ന് ഇതുവരെ നേരിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, എന്നാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് ജസ്റ്റ് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഫ്യൂസിൽ നിന്ന്, കാരണം നേരിട്ട് ഫ്യൂസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയ ആണ്. ഓക്കെ, ഇനി ഫ്യൂസിന്റെ റേറ്റിംഗ് ആൻഡ് കളേഴ്സ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ആംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ കളേഴ്സ് വെച്ച് ഫ്യൂസ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 ആമ്പിന്റെ ആണെങ്കിൽ വയലറ്റ് കളർ, 5 ആമ്പിന്റെ ആണെങ്കിൽ ടാൻ കളർ, 10 ആമ്പിന്റെ ആണെങ്കിൽ റെഡ് കളർ, 20 ആമ്പിന്റെ ആണെങ്കിൽ യെല്ലോ കളർ, 25 ആമ്പിന്റെ ആണെങ്കിൽ വൈറ്റ് കളർ, 30 ആമ്പിന്റെ ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളർ. ഓക്കെ, ഇപ്പം പെട്ടെന്ന് എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷനില് നോട്ട് സെക്ഷനിൽ ഈ നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. ആപ്ലിക്കേഷനിൽ JMMVയിൽ നോട്ട് സെക്ഷനിൽ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് റെഫറൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 3 ആമ്പ് വയലറ്റ്, 5 ആമ്പ് ടാൻ, 10 ആമ്പ് റെഡ്, 20 ആമ്പ് യെല്ലോ, 25 ആമ്പ് വൈറ്റ്, 30 ആമ്പ് ലൈറ്റ് ഗ്രീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ സർക്യൂട്ട് ബ്രേക്ക് ഇൻ എ ഹെഡ്ലൈറ്റ് സർക്യൂട്ട്? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ മാറി, ഫ്യൂസ് അല്ല സർക്യൂട്ട് ബ്രേക്കർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് സർക്യൂട്ട് ബ്രേക്കറും ഫ്യൂസും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾക്ക് അവിടെ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ വെച്ചാൽ, ഇവിടെ ഇത് നമുക്ക് ഈസിയാണ്, നമുക്ക് ആ ഡിഫറൻസ് കൂടെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ ഇൻ എ ഹെഡ്ലൈറ്റ് സർക്യൂട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടു ഇൻക്രീസ് ദ ബ്രൈറ്റ്നെസ് ഓഫ് ഹെഡ്ലൈറ്റ്, ഓപ്ഷൻ ബി ടു കൺവേർട്ട് AC ടു DC, ഓപ്ഷൻ സി ടു ഓപ്പൺ സർക്യൂട്ട് വെൻ കറന്റ് എക്സീഡ് ദ സേഫ് ലിമിറ്റ്, ഓപ്ഷൻ ഡി ടു കൺട്രോൾ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം സർക്യൂട്ട് ബ്രേക്കർ ഒരിക്കലും ഹെഡ്ലൈറ്റ് ബ്രൈറ്റ്നസ് ഇൻക്രീസ് ബന്ധമൊന്നുമില്ല, AC ടു DC ഇല്ല, ടു കൺട്രോൾ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇല്ല. എന്താണ്, ടു ഓപ്പൺ സർക്യൂട്ട് വെൻ കറന്റ് എക്സീഡ് ദ സേഫ് ലിമിറ്റ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് എക്സ്പെക്ടഡ് വൺ ആണ്. വാട്ട് ഈസ് ദ മാക്സിമം ആംബിയർ റേറ്റിംഗ് ഫോർ ദ സർക്യൂട്ട് ബ്രേക്കേഴ്സ് മെൻഷൻ ഇൻ ദ പാസേജ്? ഓക്കെ, അപ്പൊ സർക്യൂട്ട് ബ്രേക്കർ മെൻഷൻ ഇൻ ദ പാസേജ് ഇവിടെ ഒരു ഇതൊന്നും പറഞ്ഞിട്ടില്ല, സർക്യൂട്ടൊന്നും തന്നിട്ടില്ല, പക്ഷെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആംബിയർ റേറ്റിംഗ് എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കിന്റെ 50 ടൺസ് ആണ്. ഓർത്തിരിക്കുക.
What is the purpose of rectifiers in the meter mentioned in the text? To measure current in the lighting circuit, to convert DC to AC in the AC measuring circuit, to convert AC to DC in the AC measurement circuit, to control the ampere temperature of the meter. Okay, ഇതല്ല. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ട് അറിയാം നമുക്ക് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് AC to DC കൺവേർഷൻ ആണ്. AC to DC കൺവേർഷൻ. അപ്പൊ നമുക്ക് സർക്യൂട്ട് ബ്രേക്കറുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതൊരു നോൺ റീപ്ലേസബിൾ ടൈപ്പ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. ഒന്നാമത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നോൺ റീപ്ലേസബിൾ ടൈപ്പ് ആണ്. ഹെഡ്ലൈറ്റ് സർക്യൂട്ടിൽ നോർമലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അവൈലബിൾ ഇൻ വേരിയസ് റേഞ്ച് അപ് ടു 50 amps. ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്യുക. ബൈമെറ്റാലിക് സ്ട്രിപ്സ്, ഇതിൽ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്, ഇത് ഈ 1 എന്ന് പറയുന്ന ഭാഗമാണ്. ബൈമെറ്റാലിക് സ്ട്രിപ്സ് when the current exceeds the maximum permissible value. ഇത് ഓർത്തിരിക്കുക, ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ ഒക്കെ ഇവിടെ നിന്ന് കയറി വന്നേക്കാം. Then bending of strip opens contact points breaking the circuit. ഇത് ഓപ്പൺ, ഈ ബെൻഡിങ് സ്ട്രിപ്പ്, ഈ സ്ട്രിപ്പ് ബെൻഡ് ആകുമ്പോഴാണ് നമ്മൾ കോണ്ടാക്ട് പോയിന്റ് ഓപ്പൺ ആവുന്നതും അപ്പോഴാണ് ഈ സർക്യൂട്ട് ബ്രേക്ക് ആവുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ ഒന്ന് ഇത്, സെക്കൻഡ് വൺ ഇത്, ഈ 50 amps എന്തായാലും ഓർത്തിരിക്കണം. Then next question, what is the primary characteristics that distinguishes dry cells from wet cell? കാരണം ബാറ്ററി എന്ന് പറയുന്ന ഏരിയ ഈ മൊഡ്യൂളിൽ ഒരു ഇമ്പോർട്ടന്റ് ഘടകമായി തന്നെ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രൈമറി സർക്യൂട്ട്സും സെക്കൻഡറി സർക്യൂട്ട്സും. പ്രൈമറി അതിൽ തന്നെ പിന്നെ ഡ്രൈ സെല്ലും വെറ്റ് സെല്ലും. അപ്പൊ ഡ്രൈ സെൽ ആൻഡ് വെറ്റ് സെൽ ഒരു ഡിസ്റ്റിങ്വിഷൻ എന്താണ് ചെയ്യാന്നുള്ള ക്വസ്റ്റ്യൻ. ഡ്രൈ സെൽസ് കണ്ടെയ്ൻ പേസ്റ്റ് ഓർ ജെൽ ഇലക്ട്രോലൈറ്റ്. Option B, dry cells have vent hole for gas escape. Option C, wet cells can be used in any position. Option D, wet cells have higher voltage output. Okay, അപ്പൊ ഇവിടുത്തെ കൃത്യമായ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഓക്കെ, പ്രധാനമായിട്ടും സെൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഡ്രൈ സെല്ലും അതുപോലെ തന്നെ വെറ്റ് സെല്ലും. ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സെൽസ് ഹാവ് പേസ്റ്റ് ഓർ ജെൽ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഡ്രൈ സെൽസ് കണ്ടെയ്ൻ പേസ്റ്റ് ഓർ ജെൽ ഇലക്ട്രോലൈറ്റ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ആർ റീചാർജബിൾ? ഓക്കെ, വോൾട്ടായിക് സെൽ, ലെഡ് ആസിഡ് സെൽ, ആൽക്കലൈൻ സെൽസ്, ലിഥിയം സെൽസ്. ഇവിടെ നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ക്ലാസിഫൈ ചെയ്യുന്നത് വരുന്നതാണ്. നമുക്കറിയാം റീചാർജബിൾ സെൽ ലെഡ് ആസിഡ് സെൽ ആണ്. ഇതാണ് നമ്മൾ കൂടുതൽ വണ്ടികളിലും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ സെക്കൻഡറി സെൽസ് ബി റീചാർജ്ഡ്? നോർമൽ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് സെക്കൻഡറി സെല്ലുകളായിട്ട് അറിയപ്പെടുന്നത്. ലെഡ് ആസിഡ്, അതായത് ഈ പ്രൈമറി സെല്ല് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡറി സെല്ല് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ അതിന്റെ പ്രൈം ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് റീചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ബൈ ഹീറ്റിംഗ് ദ ഇലക്ട്രോലൈറ്റ്, ബൈ ആഡിംഗ് മോർ ഇലക്ട്രോഡ്സ്, ബൈ സപ്ലൈ ഇലക്ട്രിക് കറന്റ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് എ ഡിസ്ചാർജ് ബാറ്ററി, ബൈ ചേഞ്ചിങ് ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഏതാണ്? ബൈ സപ്ലൈയിങ് ദ കറന്റ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ടു ദാറ്റ് ഓഫ് എ ഡിസ്ചാർജ് ബാറ്ററി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് the specific gravity of battery typically measured? Very important question. ഹൈഡ്രോമീറ്റർ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചെക്കിംഗ് വിത്ത് ഹൈഡ്രോമീറ്റർ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹൈഡ്രോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.260 1.280 ആയിരിക്കും. ഒരുപാട് വാല്യൂസ് ഉണ്ട്, നോക്കി വെക്കാം. ഡിസ്ചാർജ് ആയത് 1.1 to 1.4 1.14 ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് വാല്യൂസ്, 2 വാല്യൂസ് മാത്രമെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറ്. ഓക്കെ, ഇപ്പൊ പ്രൈമറി സെൽസ് നോൺ റീചാർജബിൾ ആണ്, ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയാണ് പ്രൈമറി സെല്ലിൽ? വോൾട്ടായിക്, കാർബൺ, സിങ്ക്, ആൽക്കലൈൻ, മെർക്കുറി സെല്ല്, സിൽവർ ഓക്സൈഡ്, ലിഥിയം സെല്ലൊക്കെ അതിൽ വരും. സെക്കൻഡറി സെല്ല് ലെഡ് ആസിഡ് ബാറ്ററി ആണ്. സെക്കൻഡറി സെൽ ലൈക്ക് ലെഡ് ആസിഡ് ബാറ്ററി ക്യാൻ ബി റീചാർജ് ബൈ സപ്ലൈ ഇലക്ട്രിക് കറന്റ് റിവേഴ്സ് ഡയറക്ഷൻ കമ്പയർ ടു ഡിസ്ചാർജ്. ഇത് ഇങ്ങനെയാണ് ആ ഒരു ഡെഫിനിഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്, നോക്കി വെക്കാം. ഓക്കെ, what are the two main functions of an alternator in vehicles? എന്തിനാണ് വണ്ടികൾ ആൾട്ടർനേറ്റർ വെക്കുന്നത്? ഓപ്ഷൻ എ, ടു ചേഞ്ച് ഗിയേഴ്സ് ആൻഡ് സ്റ്റിയർ ദ വെഹിക്കിൾ. ഓപ്ഷൻ ബി, ടു പ്രൊവൈഡ് എന്റർടൈൻമെന്റ് ത്രൂ റേഡിയോ സിസ്റ്റം. ഓപ്ഷൻ സി, ടു ചാർജ് ദ ബാറ്ററി ആൻഡ് സപ്ലൈ കറന്റ് വിൽ ദ വെഹിക്കിൾ ഈസ് റണ്ണിംഗ്. ഓപ്ഷൻ ഡി, ടു റെഗുലേറ്റ് ദ വെഹിക്കിൾസ് എയർ കണ്ടീഷനിങ്. ഓക്കെ, ഇതിൽ വലിയ സംശയമൊന്നുമില്ല. ഓപ്ഷൻ സി ഇസ് ആൻസർ, ടു ചാർജ് ദ ബാറ്ററി ആൻഡ് സപ്ലൈ കറന്റ് വിൽ
vehicle is running. Next question, how is output control of the alternatives achieved? By changing the size of armature, by varying the rotor excitation, by adjusting number of phases, by increasing the number of slip rings. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഒരു ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ചാർജ് ദ ബാറ്ററി ആൻഡ് സപ്ലൈ കറന്റ് വെഹിക്കിൾ വിൽ ഇറ്റ് ഇസ് റണ്ണിങ്. ഈ രണ്ട് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കറിയാം ഒരു ആൾട്ടർനേറ്റർ എന്ന് പറയുന്നത് ഒരു 3-phase മെഷീൻ ആണ്. ബൈ റിവോൾവിംഗ് ഫീൽഡ് സ്റ്റേഷനറി ആർമേച്ചർ ടൈപ്പ് ആയിരിക്കും. സ്ലിപ്പ് റിംഗ്സ് ഉണ്ടാവും. ഔട്ട്പുട്ട് ഫ്രം ദ സ്റ്റാർട്ടർ വൈൻഡിംഗ് റെക്ടിഫൈഡ് ബൈ യൂസിംഗ് ബിൽറ്റ് ഇൻ സിലിക്കോൺ ഡയോഡ്സ്. അതായത് റെക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഡയോഡ്സ് വരും. The machine has a self-limiting feature output current. Cooling is provided radial. ഇതൊക്കെ ജസ്റ്റ് എന്താ പറയാ, അത്രയും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ല, ജസ്റ്റ് നമുക്ക് വായിച്ച് പോകാവുന്ന പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തൊരു? ബൈ വേരിയിങ് ദ റോട്ടോർ എക്സൈറ്റേഷൻ. ഔട്ട്പുട്ട് കൺട്രോൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബൈ വേരിയിങ് ദ റോട്ടോർ എക്സൈറ്റേഷൻ ആയിരിക്കും കൃത്യമായ ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ആൾട്ടർനേറ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി. എവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക? ഓർത്തിരിക്കുക, റോട്ടോർ ഇൻ ആൾട്ടർനേറ്റ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചോദിക്കാൻ സാധ്യത. കാരണം പ്രധാനമായിട്ട് ഒരു സ്റ്റേറ്റർ റോട്ടർ ഉണ്ട്. നമുക്ക് ആൾട്ടർനേറ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് പോയതാണ്, ജസ്റ്റ് ഒന്ന് അത് റെഫർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കാം. അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണാം. റോട്ടോർ ഇൻ ആൻ ആൾട്ടർനേറ്റർ പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. നോട്ട് ചെയ്യാമോ? നോട്ട് ചെയ്യാം. ഓക്കെ, അല്ല നോട്ട് ചെയ്തല്ലോ അല്ലെ. ഓക്കെ, കാരണം സ്റ്റേറ്റർ ഉണ്ട്, റോട്ടോർ ഉണ്ട്. റോട്ടോർ എന്ന മൂവിംഗ് പാർട്ടാണ്, അവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബാറ്ററി യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്? വേറെ ചിന്തിക്കാനല്ല, ലെഡ് അസ് സെറ്റ് ബാറ്ററി. മോസ്റ്റ് കോമൺ ആണ് ചോദിച്ചത്. മോസ്റ്റ് കോമൺ. Which type of lighting technology is commonly used for headlights in modern vehicles എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതായാണ്? ഇൻകാൻഡസെന്റ് അല്ല, നിയോൺ അല്ല, ഫ്ലൂറസെന്റ് അല്ല, ഹാലോജൻ ബൾബുകളാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ LED കൂടെ വരുന്നത്. What type of vehicle light is designed to increase the visibility of foggy or misty conditions? ഇതും വലിയ ഡിഫിക്കൽട്ടി ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ലൈറ്റിംഗ് ഏരിയ വരുന്നതാണ്. എന്താണ്? ഫോഗ് ലൈറ്റുകളാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെക്ഷനിൽ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ നിന്ന് അധികം എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. പുതിയ ക്വസ്റ്റ്യൻസ് കാണുന്നതൊക്കെയാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ടും റിവിഷൻ സീരീസിൽ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ ടോപ്പിക് കൊണ്ട് കാണാം. അതുവരെയും തൽക്കാലം ബൈ.